കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. KSRTC ബസ് തടഞ്ഞ് സർക്കാർ പരസ്യങ്ങൾ നശിപ്പിച്ചു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ഈ KSRTC ബസിന്റെ ഒക്കെ പുറകിൽ വലിയ തോതിൽ സർക്കാർ പരസ്യങ്ങളുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ബസിന്റെ വശങ്ങളിൽ സർക്കാർ പരസ്യങ്ങളുണ്ട്. ഒന്നായി തുടരാം എന്നുള്ള ആ പരസ്യവാചകത്തിലും അതിനോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ മുഖത്തുമൊക്കെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ സൂചകമായി കരിതേക്കുന്നതൊക്കെ. ജയശങ്കർ, വലിയ സംഘർഷമുണ്ടായോ? അതായത് മാധു, കൊല്ലം നഗരത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പ്രവർത്തകർ KSRTC ബസ്സുകൾ തടയുകയും ആ ബസ്സിന് മുകളിൽ PRD പതിച്ച സർക്കാർ പരസ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചിത്രങ്ങളുള്ള പരസ്യങ്ങൾ ഈ പ്രവർത്തകർ കീറി വലിച്ചെറിയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ബസ്സുകൾക്ക് മുകളിൽ സ്പ്രേ പെയിന്റ് അടിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് അല്പസമയം മുമ്പ് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ഈ സമരത്തിനൊപ്പം തന്നെ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് KSRTC ബസ് ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷ്ണു സുനിൽ പന്തളത്തിന്റെ നേതൃത്വത്തിലാണ് കൊല്ലം നഗരത്തിൽ ഇത്തരമൊരു പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഫ്ലെക്സ് ബോർഡുകൾ ജില്ലയിൽ വ്യാപകമായി നശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലത്തെ പ്രതിഷേധത്തിനുള്ള മറുപടിയാണോ? തീർച്ചയായിട്ടും ഇന്നലെ അകാരണമായിട്ട് കൊല്ലം ജില്ലയിലെ മുഴുവൻ ഫ്ലക്സുകളും എടുക്കുന്ന ഒരു സമീപനമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന PR വർക്കാണ് കേരള പോലീസ് ചെയ്തത്. ഇന്ന് DYFI സംസ്ഥാന സെക്രട്ടറി വസീഫിനോട് പറയാനുള്ളത്, പ്രതിപക്ഷ നേതാവിന്റെ കാല് തല്ലി ഒടിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഇതിന് യൂത്ത് കോൺഗ്രസ് പറയാൻ പോകുന്നത്, വരും ദിവസങ്ങൾ പൊതുജനം നിങ്ങൾ പുറത്തിറങ്ങി നടന്നാൽ പൊതുജനം നിങ്ങളുടെ കാല് തല്ലി ഒടിക്കാൻ പോവുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം നഗരത്തിൽ നടക്കുന്നത്. വ്യാപകമായി KSRTC ബസ് ഉൾപ്പെടെ തടയുന്നു. കുറച്ചു സമയം മുമ്പാണ് ബസ്സുകൾ തടഞ്ഞുള്ള പ്രതിഷേധമുണ്ടായത്. എന്തായാലും നിലവിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാധു, ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. KSRTC ബസ്സുകൾ കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, KSRTC ബസ്സുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് സർക്കാർ പരസ്യങ്ങൾ കൊണ്ട് എന്നുള്ളത്. എന്തായാലും ആ പരസ്യങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിനിടയിൽ അക്രമം ഉണ്ടായിരിക്കുന്നത്. അത് വലിച്ചു കീറുകയും മുഖ്യമന്ത്രിയുടെ മുഖത്ത് കരിതേക്കുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പിന്നാലെ ഇനി കേസൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്നതുമാണ്. ശരി, സമരത്തിന് പോകുമ്പോൾ ആരെങ്കിലും വരാനിരിക്കുന്ന കേസ് നോക്കിയിട്ടല്ലല്ലോ സമരത്തിന് പോവുക.